മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂലൈ 29 ബുധൻ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ സർക്കാരും പോലീസും കൈക്കൊള്ളുന്ന അറസ്റ്റ് ഉൾപ്പെടെയുള്ള അനുചിതമായ നടപടികളെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. അരുത്, യുവതയെ ഇനിയും വേട്ടയാടാൻ അനുവദിക്കരുത്. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ദുഷ്ചെയ്തികളെ അഹിംസാ മാർഗത്തിലൂടെ ചോദ്യം ചെയ്ത് വിജയം വരിച്ച ഇന്ത്യൻ യുവതയുടെ ധീരതയിലും നിശ്ചയദാർഢ്യത്തിലും അഭിമാനം കൊള്ളുകയാണ് രാജ്യത്തെ ഓരോ മനുഷ്യസ്നേഹിയും. ഏതർത്ഥത്തിൽ നോക്കിയാലും അഭിനന്ദനങ്ങൾക്ക് അർഹരാണ് ആ കുട്ടികൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി ഭരണകൂടത്തിലെ നിരവധി മന്ത്രിമാർ അഴിമതി, സ്വജനപക്ഷപാത, വർഗീയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ പലവിധ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാൻ സംഘപരിവാർ നിർബന്ധിതമായത്. വിദ്യാഭ്യാസ മേഖലയെ വിദണ്ഡ ചിന്തകളുടെ വിളനിലമാക്കാൻ ശ്രമിക്കുന്ന RSSന്റെ വിശ്വസ്ത സ്വയം സേവകനായ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചു നിർത്താൻ പഠിച്ച പണി 18 നോക്കിയിരുന്നു മോദി ഷാ സംഘം. പ്രധാനെ രാജിവെപ്പിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പ്രക്ഷോഭം വ്യാപിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഭരണകൂടം വഴങ്ങിയതാണ്. സമരത്തിന് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളുമായി ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും സമരക്കാർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവില്ല എന്നും കേസുകൾ പിൻവലിക്കുമെന്നും ഉറപ്പു പറഞ്ഞതാണ്. എന്നാൽ നൽകിയ വാക്ക് കാതുകളിൽ നിന്ന് മായും മുമ്പേ വേട്ടയാടൽ തുടങ്ങിയതായാണ് വാർത്തകൾ. ജന്തർ മന്ദറിലെ സമരക്കാർക്ക് ആദ്യ ദിനം മുതൽ ഭക്ഷണവും കുടിവെള്ളവും എത്തിച്ച UP സ്വദേശി ജുനൈദായിരുന്നു ആദ്യ ഉന്നം. സമരം ചൂടുപിടിച്ചെന്ന ഘട്ടത്തിൽ ജുനൈദിന്റെ പിതാവിനെയും ബന്ധുക്കളെയും ഒന്നിലേറെ തവണ UP പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് ഡൽഹി പോലീസ് ജുനൈദിനെ പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തു. സമരക്കാർക്കെതിരായ അതിക്രമത്തിന് ന്യായമില്ല എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിക്കുമ്പോഴും നടമാടിയ അന്യായങ്ങൾ വരുത്തിവെച്ച ആഘാതങ്ങൾക്ക് പരിഹാരമാവുന്നില്ല. സമരം നടന്നത് ജന്തർ മന്ദറിലാണെങ്കിലും അതിന്റെ പേരിൽ പോലീസ് നിയമം പ്രഖ്യാപിച്ചത് കിലോമീറ്ററുകൾ അകലെയുള്ള ഓഖ്ല ജാമിയ നഗർ മേഖലയിലായിരുന്നു. അവിടെ നിന്ന് സമരനാളുകളിൽ മെട്രോ കയറിയ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പേര് വിവരങ്ങളും രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. AI ക്യാമറ ഘടിപ്പിച്ച വാനുകളും ക്യാമറ ഘടിപ്പിച്ച കണ്ണടകളും ഉപയോഗിച്ച് യുവജനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയ പോലീസ് അവരുടെ വാതിൽക്കൽ മുട്ടുന്നത് എന്നാണെന്നേ ഇനി അറിയേണ്ടതുള്ളൂ. ഒട്ടനവധി വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള അസം, ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിൽ നീറ്റ് ചോർച്ച പ്രതിഷേധത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തവരെ പോലീസ് വിട്ടയച്ചിട്ടില്ല. സംഘപരിവാർ പോലീസിന്റെ പതിവ് ശൈലിയിൽ മതം നോക്കിയാണ് നടപടികളെന്ന് അറസ്റ്റിലായവരുടെ പട്ടിക നോക്കിയാൽ വ്യക്തമാവും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, യുവജന പ്രക്ഷോഭകർക്ക് വേണ്ടി വാദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലും ഐക്യദാർഢ്യ പരിപാടി നടത്തിയവർക്കെതിരെ കേസുണ്ട്. അത് പിൻവലിച്ചതായ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ കേട്ടില്ല. സമരത്തിന് വിദേശബന്ധം ചാർത്തിക്കൊടുക്കാനും വ്യാജ ആഖ്യാനം വഴി വെറുപ്പ് പരത്താനുമുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. സമരം സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകിയ ബദൽ മാധ്യമങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തുമ്പോൾ AI നിർമ്മിത വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിച്ച് കള്ളങ്ങൾ പടച്ചുവിടുന്നതിന് ഒരു തടസ്സവുമില്ല. യുവജന പ്രക്ഷോഭകർക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് പാർലമെന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഡൽഹി പോലീസ് CPM അഖിലേന്ത്യാ ആസ്ഥാനമായ AKG ഭവനിലേക്ക് ഇരച്ചു കയറിയത്. CJP സമരത്തിന് ശക്തമായി പിന്തുണയാകിയ SFIയുടെ ജോയിന്റ് സെക്രട്ടറിയും JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റുമായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. യൂണിഫോമോ നെയിം ബാഡ്ജ് ധരിക്കാതെ, കാരണം പോലും ബോധിപ്പിക്കാതെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം CPM രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ ചെറുത്തുനിന്നതിനാൽ തൽക്കാലം നടക്കാതെ പോയി. 2021 ഡൽഹിയിലെ ബംഗ്ലാ ഭവന് മുന്നിൽ സമാധാനപരമായി നടത്തിയ ഒരു ധർണയ്ക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ 5 വർഷത്തിന് ശേഷം ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ തിടുക്കം കാട്ടുന്ന പോലീസുകാരോട് ചോദിക്കട്ടെ. അതിനും 1 വർഷം മുമ്പ് 2020 ജനുവരി 5 മുഖംമൂടി ധരിച്ച സംഘപരിവാർ ഗുണ്ടകൾ JNUവിലേക്ക് അതിക്രമിച്ചു കടന്ന് ഭീകരമായ അക്രമം നടത്തിയ സംഭവത്തിന്റെ അന്വേഷണം എന്തായി? അന്ന് JNSU പ്രസിഡന്റായിരുന്ന ഐഷി ഘോഷിന്റെ തല കൂടം കൊണ്ട് അടിച്ചുപൊട്ടിച്ച എത്ര പേരെ നിങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്തു? ഇപ്പോഴത്തെ അറസ്റ്റ് നീക്കം പകപോക്കലാണെന്ന് സംശയലക്ഷ്മിനിയെ ഉറപ്പിച്ചു പറയാനാവും. വൈകാതെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളെയും പോലീസ് തേടിവരും. സമരക്കാർക്ക് ഭക്ഷണം വിളമ്പിയ ജുനൈദ് രാജ്യദ്രോഹിയും അവസരം ലഭിച്ചിരുന്നെങ്കിൽ സമരക്കാരെ വെടിവെച്ചു കൊല്ലുമായിരുന്നുവെന്നും സമരത്തിനെത്തിയ വിദ്യാർത്ഥിനികളും വനിതകളും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും ഒക്കെ അറപ്പുളവാക്കുന്ന വിദ്വേഷം വിളമ്പിയ സംഘപരിവാർ സൈദ്ധാന്തികൻ TJ മോഹൻദാസ് ദേശീയതയുടെ കാവൽക്കാരനുമായി വാഴ്ത്തപ്പെടുന്ന കാലത്ത് ഇത്തരം നിയമപാലനത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ അത് രാജ്യം വെച്ചു പുറപ്പിക്കുമെന്ന് ഭരണകൂടം ഇനിയും വ്യാമോഹിക്കരുതെന്ന് മാത്രം. മാധ്യമം പോഡ്കാസ്റ്റ്.